പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്നാക്കായല്ലോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്കായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഒണിയൻ ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടാൽ വേഗം വഴണ്ടി വരുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കാരണം അടി പിടിക്കാനോ കരിയാനോ പാടില്ല. ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, സ്വീറ്റ് കോൺ, ചില്ലി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു 2 ചീസ് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്നെങ്കിൽ പാലോ വെള്ളമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കുഴയ്ക്കാം. നമ്മളൊരു ചപ്പാത്തി മാവിനേക്കാൾ ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് എണ്ണ തേച്ച് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. അതിലേക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. മടക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മടക്കി എടുക്കണം. അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയെടുത്താലും മതിയാവും. ഫില്ലിങ് നിറച്ച് ഒരു കേക്ക് കിട്ടുന്ന പോലെ ഈ രീതിയിൽ മടക്കിയെടുത്താലും മതി. ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ചീസി ടേസ്റ്റൊക്കെ ആയിട്ട് വൈറ്റ് സോസിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.